ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫയൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. എന്താണ് ഫയൽ ഓർഗനൈസേഷൻ, ഏതൊക്കെ ടൈപ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ, ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ, അതുപോലെ തന്നെ ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷൻ, ലിങ്ക്ഡ് ഫയൽ ഓർഗനൈസേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പോകുമ്പം അവിടെ നമ്മൾ ഡേറ്റാനെ ആക്സസ് ചെയ്യുക ഡയറക്റ്റായിട്ടാണ്. ഒരു കീ വാല്യൂ കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹാഷിങ്. നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഹാഷിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ്. അപ്പം നമ്മൾ സീക്വൻഷ്യൽ ആണെങ്കിലും ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആണെങ്കിലും ഡേറ്റാനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് വരെ, ഇപ്പം 50ാമത്തെ ഒരു റെക്കോർഡാണ് നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 49ാമത്തെ റെക്കോർഡ് വരെ ട്രാവേഴ്സിന് ശേഷം മാത്രമാണ് 50ാമത്തെ റെക്കോർഡ് എടുക്കുക. അത് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷനാണ്. ഇൻഡെക്സ് വരുമ്പം അതിനെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ഇൻഡെക്സ് വാല്യൂ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. പക്ഷെ ഡയറക്റ്റ് എന്ന് പറയുമ്പം അങ്ങനെ ഒരു കമ്പാരിസൺസ് ഒന്നുമില്ല. അത്രയും ഡേറ്റ ട്രാവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കീ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ഒരു ഡേറ്റ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഒരു കീ വാല്യൂ, അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ വാല്യൂ കൊടുക്കുന്നു. ആ കീ വാല്യൂയിൽ നിന്നും ഡയറക്റ്റായിട്ട് ആ റെക്കോർഡിനെ എടുക്കുന്നു. അപ്പോൾ ഓരോ റെക്കോർഡിനെയും നമ്മൾ ഫയലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ റെക്കോർഡിനെയും യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ വാല്യൂ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഓക്കെ, സോ അങ്ങനെ ആ കീ വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റാനെ ആക്സസ് ചെയ്യുക. അപ്പം ഹാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അങ്ങനെയാണ്. ഒരു സിംഗിൾ ആക്സസിൽ തന്നെ നമ്മൾ ആവശ്യമുള്ള റെക്കോർഡ് അത് ഏത് ലൊക്കേഷനിലാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഹാഷിംഗ്. അതായത് കമ്പാരിസൺസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഒരു സിംഗിൾ ആക്സസിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള റെക്കോർഡ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള മെമ്മറി അഡ്രസ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്കും വേണ്ടത് ഓരോ റെക്കോർഡിനെയും യൂണീക്കായിട്ടുള്ള കീസ് ഉണ്ടാകും, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള അഡ്രസ്സും ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു 50 സ്റ്റുഡൻസിൻ്റെ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തിരിക്കുക എന്ന് കരുതുക. 50 പേരുടെ റെക്കോർഡ്സ്, ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ടുകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. 6 സബ്ജക്റ്റുകളുണ്ട്. 6 സബ്ജക്റ്റിൻ്റെയും മാർക്കാണ്, രജിസ്റ്റർ നമ്പർ, നെയിം, ഓരോ സബ്ജക്റ്റും അതിൻ്റെ മാർക്സും, അങ്ങനെ ഒരു സെറ്റ് ഓഫ് മാർക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 50 പേരുടെ റെക്കോർഡുണ്ട്. അപ്പോൾ ഓരോ റെക്കോർഡിനെ നമ്മൾ യൂണീക്കായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ രജിസ്റ്റർ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ രജിസ്റ്റർ നമ്പറിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് സെറ്റ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു മെമ്മറി അഡ്രസ്സിലാണ്. അപ്പോൾ നമ്മൾ കീ കൊടുക്കുന്നു, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കിട്ടുന്നു, അതിനെ ആക്സസ് ചെയ്യുന്നു. സോ ആ രീതിയിലുള്ള ആക്സസിങ്ങിൽ മാത്രമാണ് ശരിക്കും ഈ ഹാഷിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു സെർച്ചിങ് ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഹാഷിംഗ് നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഹാഷ് ടേബിൾസും ഹാഷ് ഫങ്ഷൻസും. ഇപ്പോൾ ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു അറയാണ്. അതായത് ഹാഷ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കീനെ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലേ? അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ മാപ്പിംഗ് ആണ് ഹാഷ് ഫങ്ഷൻ. അപ്പോൾ ശരിക്കും ഈ ഹാഷ് ടേബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ ഓരോ ഇതിൽ പറയുമ്പോഴത്തേക്കും ഓരോ ടേമാണ് യൂസ് ചെയ്യുക. ഡേറ്റാനെ സ്റ്റോർ ചെയ്യുന്നത് ബ്ലോക്സ് എന്ന് പറഞ്ഞു, നമ്മൾ ബഫർ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, അല്ലേ? സീക്വൻഷ്യലിൽ നമ്മൾ ബഫറായിട്ടാണ് ഡേറ്റാനെ സ്റ്റോർ ചെയ്യുന്നത്, ഓരോ ബഫറിൽ. പക്ഷേ ഈ ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷനിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഓരോ ബക്കറ്റ്സിലാണ്. അപ്പോൾ ഈ ഹാഷ് ടേബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബക്കറ്റ്സിൻ്റെ കളക്ഷനെയാണ്. സോ വി ക്യാൻ സേ ഹാഷ് ടേബിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ബക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഓരോ ബക്കറ്റിലും നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ് സ്റ്റോർ ചെയ്യുക. അത് എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റ്സിന് പല സ്ലോട്ടുകളുണ്ട്. പല സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്ലോട്ടിലും ഓരോ റെക്കോർഡാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഹാഷ് ടേബിൾ എന്ന് പറയുന്നത് ഈ ബക്കറ്റ്സിൻ്റെ പല കളക്ഷനെയാണ്. ആ കളക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സ്ലോട്ടിലായിരിക്കും ഡേറ്റാനെ സ്റ്റോർ ചെയ്യുന്നത്. സോ ബക്കറ്റ് ഹാസ് എ നമ്പർ ഓഫ് സ്ലോട്ട് ആൻഡ് ഈച്ച് സ്ലോട്ട് ഈസ് കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് 1 റെക്കോർഡ്. നമുക്കതിൻ്റെ ഫിഗർ നോക്കാം. ഹിയർ ഒരു ബക്കറ്റിൻ്റെ സ്ലോട്ടിൻ്റെ ഫിഗറാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെ ഉള്ളതെന്ന് വെച്ചാൽ സ്ലോട്ട് 1, അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്
ഡേറ്റാസിന് സ്റ്റോർ ചെയ്യാണ്, ഓരോ റെക്കോർഡാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ലൊക്കേഷൻസ് ആണ്. അതിൻ്റെ അതായത് ഓരോ റെക്കോർഡിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സുകളാണ്. 0 to 8 വരെ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 0 to 8 വരെ, അതായത് 9 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാഷ് ടേബിളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ലോട്ട് 1, ഒരു ബക്കറ്റിൻ്റെ സ്ലോട്ട് 1 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ സ്ലോട്ടിലും ഓരോ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നു. അതിന് ഈക്വൽ ആയിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരിക. സോ ഇങ്ങനെ ഹാഷ് ടേബിൾ കീപ്പ് ചെയ്യുന്നുണ്ടാകും ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കീ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ആ കീ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലൊക്കേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നെക്സ്റ്റ് ഈസ് ഹാഷ് ഫംഗ്ഷൻ. സോ ഹാഷ് ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരു മാപ്പിംഗ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ്, നമ്മുടെ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഹാഷ് ടേബിൾ കണ്ടുപിടിക്കുക. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കീ ഇൻ ടു ദ കറസ്പോണ്ടിങ് ലൊക്കേഷൻ ഇൻ ദ ഹാഷ് ടേബിൾ ഇൻഡെക്സ്. അപ്പോൾ ഇത് നടക്കുന്ന എങ്ങനെയാണ്? ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ ഫംഗ്ഷൻ ദാറ്റ് കീ as a input that takes key as a input and transform it into a hash table index. അപ്പോൾ സാധാരണ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ H യൂസ് ചെയ്തിട്ടാണ്. അപ്പം 2 രീതിയിലുള്ള ഹാഷ് ഫങ്ഷൻസ് ആണുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡൻറ്റും ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡൻറ്റും. ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ this function do not utilizing the distribution of keys of a hash table in order to compute the location of the desired record. അതായത് ഒരു പർട്ടിക്കുലർ റെക്കോർഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ലൊക്കേഷനെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. കീസ് ഇല്ലാതെ തന്നെ, ആ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാതെ തന്നെ, അതായത് ഹാഷ് ടേബിളിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഹാഷ് ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡേറ്റാനെ നമ്മൾ ആക്സസ് ചെയ്യുക. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡൻറ്റിൽ ദേ ആർ ഒബ്റ്റൈൻഡ് ബൈ എക്സാമിനിങ് ദ സബ്സെറ്റ് ഓഫ് കീ വാല്യൂസ് കറസ്പോണ്ടിങ് ടു ഡിസൈഡ് റെക്കോർഡ്. ആ റെക്കോർഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കീസിൻ്റെ സബ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡൻറ്റ് ഹാഷ് ഫങ്ഷൻസ് പറഞ്ഞാൽ ഡിവിഷൻ മെത്തേഡ്, മിഡ് സ്ക്വയർ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ്, ഡിജിറ്റ് അനാലിസിസ് മെത്തേഡ്, ലെങ്ത് ഇൻഡിപെൻഡൻറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ കൂടുതലും ആദ്യത്തെ 3 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്, ഡിവിഷൻ, മിഡ് സ്ക്വയർ ആൻഡ് ഫോൾഡിംഗ്. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ടേമും കൂടെ പഠിക്കുന്നുണ്ട്. ഹാഷ് ഫങ്ഷൻസിൻ്റെ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഷ് ഓഫ് ദ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം H എന്ന് പറയുന്ന ഒരു ഹാഷ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാം, അതിനെ ഡിനോട്ട് ചെയ്യാം. കെ എന്ന് പറയുന്നത് കീ, ദെൻ H ഓഫ് കീ, അതായത് ഒരു പർട്ടിക്കുലർ കീയുടെ കറസ്പോണ്ടിങ് ഹാഷ് ഫങ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് H ഓഫ് കെ എന്നായിരിക്കും. ഓക്കെ, ഹാഷ് ഓഫ് ദ കീ എന്നാണ് നമ്മൾ അതിനെ പറയുക. ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കീയിൽ നിന്നും എമ്മിലോട്ട്. എം എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ്സാണ്, H എന്ന് പറയുന്നത് ഹാഷ് ഫങ്ഷൻ, കെ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കീസ്, എം എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ്സ്. സോ കെയിൽ നിന്നും മെമ്മറി അഡ്രസ്സിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് H എന്ന് പറയുന്നത്, അതായത് ഹാഷ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഹാഷ് ഫങ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു.